നമസ്തേ. മുഹൂർത്തം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പ്രാവശ്യം നമ്മൾ പറയുന്നത് വ്യാഴത്തിന്റെ മാറ്റത്തെക്കുറിച്ചാണ്. 2026 ജൂൺ മാസം 2-ാം തീയതി, അതായത് 1:55 മോർണിംഗിൽ AM-ലാണ് വ്യാഴത്തിന്റെ മാറ്റം. അത് ഇടവമാസം 18-ാം തീയതി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ വ്യാഴത്തില് എല്ലാ രാശിക്കാരിലും വരുന്ന മാറ്റങ്ങളാണ്. ഇവിടെ പറയുന്ന രാശി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച്, അതായത് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം കർക്കിടകത്തിലാണ് നിൽക്കുന്നത്, അതായത് 12-ലാണ് നിൽക്കുന്നത്. അപ്പോൾ മകവും പൂരവും ഉത്രത്തിന്റെ കാൽഭാഗവും കൂടിയ ഒരു ഭാവമാണ് നമുക്ക് ചിങ്ങം രാശി വരുന്നത്. അപ്പോൾ ഇതിൽ വ്യാഴം വന്ന് നിൽക്കുന്നത് 12-ാം ഭാവത്തിൽ മോക്ഷസ്ഥാനത്താണ്. മോക്ഷസ്ഥാനം എപ്പോഴും നല്ലത് തന്നെയാണ്. കർക്കിടക രാശിയാണ് വ്യാഴത്തിന് ഏറ്റവും ഉച്ചമായിട്ട് നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് കാര്യത്തിനും, ഏത് ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾക്കാണെങ്കിലും എന്ത് കാര്യങ്ങൾക്കും പോകുമ്പോൾ നമുക്ക് ഏറ്റവും നന്നായിട്ട് തന്നെ നല്ല മനസ്സോടുകൂടി സമർപ്പിക്കുക എന്ന് പറയില്ലേ ഭഗവാന്, ഏറ്റവും നല്ല മനസ്സോടുകൂടി സമർപ്പിക്കേണ്ട ഒരു ഭാവമാണ്. അപ്പൊ ചിങ്ങക്കൂറുകാർക്ക് അഷ്ടമത്തിലാണ് ശനീശ്വരൻ നിൽക്കുന്നത്. വ്യാഴം 11-ലായിരുന്നു ഇത്ര നാള്. ഇപ്പൊ വ്യാഴം 11-ൽ നിൽക്കുമ്പോൾ നല്ലൊരു സമയമായിരുന്നു. പക്ഷെ ഇപ്പൊ വ്യാഴം 12-ലേക്കാണ്, മോക്ഷസ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പൊ വ്യയാണെന്ന് 12-ൽ നിൽക്കുമ്പോൾ നമുക്ക് ധനപരമായ കാര്യങ്ങൾക്ക് വ്യയം സംഭവിക്കാം, നഷ്ടങ്ങൾ സംഭവിക്കാം. അപ്പൊ സാമ്പത്തികമായിട്ട് ഇടപാടുകളൊക്കെ നടത്തുമ്പോൾ നന്നായിട്ട് ഭഗവാനെ വിളിക്കുക. വ്യാഴം എന്ന് പറഞ്ഞ സർവ്വ ഈശ്വരകാരകത്വമുള്ള വിഷ്ണു ഭഗവാൻ തന്നെയാണ്. അപ്പൊ നമ്മളെപ്പോഴും വിഷ്ണു സഹസ്രനാമം നന്നായിട്ട് ചൊല്ലുക. അതേപോലെ പ്രധാനമായിട്ടൊരു കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങുമ്പോൾ നന്നായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, പ്രാർത്ഥിക്കുക. പറ്റത്തക്ക വഴിപാട്, നമ്മളെ കൊണ്ട് സാധിക്കുന്ന വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിച്ചിട്ട് വേണം മുന്നിലേക്ക് പോവാനായിട്ട്. അപ്പൊ അത് വളരെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. വ്യാഴം 12-ലാണെന്ന് മനസ്സിലാക്കി ഈ നക്ഷത്രക്കാര് അറിഞ്ഞ് നടക്കുന്നത് നല്ലതാണ്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാമ്പത്തിക വിഷയങ്ങൾ അത് 1 പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ ഒന്ന് ആലോചിച്ച് കൈകാര്യം ചെയ്യുക. പിന്നെ രോഗാവസ്ഥകളാണ് വരിക. എപ്പോഴും നമുക്ക് ഓരോ ചിന്തകളാണ് എപ്പോഴും. അപ്പോൾ എന്താണ് ഇനി അടുത്തത്, എന്താവും എന്നൊക്കെ ഒരു ചിന്തകൾ വരും. അപ്പൊ അതിനെയൊക്കെ നമുക്ക് തരണം ചെയ്യാൻ, എല്ലാത്തിനെയും എന്തും തരണം ചെയ്യാനും സർവ്വ ഈശ്വരകാരകത്വമുള്ള ഈ വ്യാഴത്തിന് പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവര് ഏറ്റവും നന്നായിട്ട് പ്രാർത്ഥനയും പൂജകളും സഹസ്രനാമം ചൊല്ലുക. അതിൽ ഏറ്റവും നല്ലത് വിഷ്ണുവിനുള്ള സഹസ്രനാമം ചൊല്ലുക. കൃത്യനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. സാമ്പത്തിക ഇടവ്. പിന്നെ കുട്ടികളാണെങ്കിലും വിദേശത്തേക്കൊക്കെ ആണെന്ന് പോകുന്നുള്ള കുട്ടികളാണെങ്കിൽ അവിടെ ചെന്ന വശയ്ക്ക് നമുക്കൊരു ജോലിയൊന്നും ചോദിച്ചാൽ കിട്ടില്ല. പക്ഷെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു മാസങ്ങളൊക്കെ കഴിയുമ്പോഴത്തേനും നമുക്ക് നല്ലൊരു ഭാവത്തിലേക്ക് മാറ്റാനായിട്ട് സാധിക്കും. 7 രാഹു ഉണ്ട്, നിവർത്തി സ്ഥാനത്താണ്. രാഹു നമുക്ക് ദോഷമാണ്. അവിടെ അഷ്ടമത്തിൽ ഇരിക്കുന്ന ശനീശ്വരനും നമുക്ക് ദോഷമാണ്. അപ്പൊ വ്യാഴം 11-ൽ വന്നപ്പോൾ നമുക്കൊരു നല്ല ഭാവമായിരുന്നു. പക്ഷെ വ്യാഴം 12-ലാണ് ഉച്ചസ്ഥനാണ് എങ്കിലും നമുക്ക് ആ ഭാവം വളരെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. ചിങ്ങരാശിക്കാര് വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടം. ഈശ്വരനെ തന്നെ പ്രാർത്ഥിക്കാം. ഈശ്വരൻ തന്നെയുള്ളൂ നമുക്ക്. എന്ത് കാര്യവും നമ്മളുടെ ഒരു ബുദ്ധിയിലല്ല. വേണ്ട ബുദ്ധികൾ വേണ്ടപ്പോ തോന്നിപ്പിക്കുന്നത് ഈശ്വരന്റെ അനുഗ്രഹത്തോടെ തന്നെയാണ്. അപ്പോൾ അത് വരാനായിട്ട്, വേണ്ടത് വേണ്ടപ്പോ തോന്നിപ്പിക്കാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഏത് ദേവതകളാണോ അവരെയും നന്നായിട്ട് പ്രാർത്ഥിക്കാം. പിന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ പോവാം, വിളക്ക്, മാല, പായസം ഇത് കൊടുക്കുക. പിന്നെ ഭാഗ്യസൂക്തം, പുഷ്പാഞ്ജലി അങ്ങനത്തെയൊക്കെ ചെയ്യുക. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വർഷം വളരെ നന്നായിട്ട്, വളരെ ഭഗവാന്റെ പാദം പിടിച്ചിട്ട് നടക്കുക. അപ്പോൾ അഷ്ടമത്തിലാണ് ശനി. അപ്പൊ ശനീശ്വരന് നീരാഞ്ജനം കൊടുക്കുക, ഭഗവാന്റെ പാദത്തിൽ പിടിക്കുക. അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ, വളരെ കൃത്യനിഷ്ഠമായിട്ട് ആചാരത്തോടു കൂടി നമ്മൾ പോവുകയാണെങ്കിൽ ഈ ഒരു വർഷം നന്നായിട്ട് നമുക്ക് അനുഭവത്തിൽ നല്ല അനുഭവങ്ങൾ കുറഞ്ഞു തരും. നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെടാനോ അല്ലെങ്കിൽ എനിക്ക് എന്താണാവോ എന്ന് ചിന്തിച്ച് അവലാതിപ്പെടാനോ ഇരിക്കാതിരുന്നാൽ മതി. ഇതാണ് എനിക്ക് ഉണ്ടാവുന്ന ഒരു വിഷയം എന്ന് മനസ്സിലാക്കി നമ്മൾ ഭഗവാന്റെ കാല് പിടിച്ച് നമ്മൾ ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു വർഷം ചിങ്ങക്കൂറുകാർക്ക് നല്ലൊരു ഫലം കിട്ടാനായിട്ട് സാധ്യതയുണ്ട്.